അറിയുക എന്നതാണ് എല്ലാ ജ്ഞാനത്തിന്റെയും തുടക്കം. വെൽക്കം ടു ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേർഡ് ബൈ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല. സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. ഇനി സ്വാഗതം ചെയ്യാം നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്. ഇന്ന് 2025 ഏപ്രിൽ 30. 80 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ഏപ്രിൽ 30 മാനവരാശിയുടെ ചരിത്രത്തിൽ കണ്ട ഏറ്റവും മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തെയാകെ ഭയപ്പെടുത്തിയ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ അവസാന വാക്കുകൾ പറഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു വേട്ടയാടലിൻ്റെ ആ ജീവിതം. ഈവ ബ്രൗൺ എന്ന തൻ്റെ പ്രണയിനിയോടൊപ്പം ആത്മഹത്യയുടെ അപരത്വത്തിലേക്ക് അഡോൾഫ് ഹിറ്റ്ലർ എന്ന സ്വേച്ഛാധിപതി ആത്മഹത്യയിൽ അഭയം കണ്ടെത്തി മടങ്ങിപ്പോയത് 1945 ഏപ്രിൽ 30. എപ്പോഴും ഫാഷിസത്തെ, സ്വേച്ഛാധിപത്യത്തെ നേരിടുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നത് അക്രമങ്ങളിലൂടെയല്ല, മറിച്ച് ആശയങ്ങളിലൂടെയാണ് എന്ന് വിജയകരമായി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹം പിന്നെയും ഏറെ വളർന്നു. ആ പ്രതിരോധങ്ങൾക്കിടയിലും ഏകാധിപത്യം അതിൻ്റെ ദംഷ്ട്രകൾ നീട്ടുക തന്നെ ചെയ്യും. വിജ്ഞാനത്തിൻ്റെ ഈ ജനാധിപത്യത്തിലേക്ക് സ്വാഗതം. ആഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേർഡ് ബൈ ബ്രില്യന്റ് പാല. ഈ വേദിയിലേക്ക് ഈ ദിവസം അതിഥിയായി കടന്നു വരുന്ന വ്യക്തി മലയാളത്തിലെ ദ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ഇൻ്റർവ്യൂവറാണ്. ഏറ്റവും കൂടുതൽ ജനപ്രിയനായ ഈ അഭിമുഖകാരന് സാമൂഹിക, സാഹിത്യ, രാഷ്ട്രീയ മേഖലകളിലുള്ള ആഴത്തിലുള്ള അറിവിനോടൊപ്പം തന്നെ കൃത്യമായ വളച്ചുനീട്ടലുകളില്ലാത്ത ഭാഷാ ശൈലിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന അവതരണ ശേഷിയുമുണ്ട്. സർവോപരി മുന്നിലിരിക്കുന്ന ആളിൽ നിന്ന് മനനം ചെയ്തെടുക്കേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സൂക്ഷ്മതയാണ് ഒരു അഭിമുഖകാരൻ്റെ കൃത്യമായ ഐഡൻറ്റിറ്റി എന്ന് മനസ്സിലാക്കുന്ന നവമാധ്യമ ലോകത്തും ദൃശ്യമാധ്യമ ലോകത്തും ഏറെ പരിചിതനും പ്രിയങ്കരനുമായ ആ യുവാവിനെ ഈ വേദിയിലേക്ക് ആത്മഹർഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. രജനീഷ്, പ്ലീസ് വാക്ക് ഇൻ. ഹലോ. നല്ല ഇൻട്രോ. എന്തായാലും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, മുമ്പിൽ ഒരുപാട് പേരെ ഇരുത്തി വട്ടം കറക്കുന്ന ഒരാളാണല്ലോ രജനീഷ്. വട്ടം കറക്കാറില്ല ഞാൻ. അല്ല, എന്നാലും അപ്പം അങ്ങനെയുള്ളവരെ മുമ്പിലിരുത്തി ചോദ്യങ്ങൾ ചോദിക്കുക, അവരുടെ കാര്യങ്ങൾ അറിയുക എന്നതും ഒരു രസകരമായ കാര്യമാണ്. ആദ്യം വ്യക്തിപരമായി രജനീഷിൻ്റെ നാടും വീടും ഒക്കെ എവിടെയാണ്? ഞാൻ നെടുമങ്ങാടുകാരനാണ്, തിരുവനന്തപുരത്ത് നെടുമങ്ങാട്. രജനീഷ് തിരുവനന്തപുരംകാരനാണ്. വെരി ഗുഡ്. ഇപ്പോൾ എറണാകുളത്താണ് താമസിക്കുന്നതെന്നേ ഉള്ളൂ, കാരണം ആർട്ടിസ്റ്റുകളൊക്കെ അവിടെയാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. ചെമ്പഴന്തി കോളേജിൽ പഠിച്ചു. ശരി. നമ്മൾ ഇടയ്ക്ക് സംസാരിക്കാൻ ഒരുപാട് ജൂനിയറായിരുന്നു. അതെ അതെ അതെ. പിന്നെ പ്രസ് ക്ലബിലാണ് ജേർണലിസം ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം മീഡിയാസ്, അമൃത. ഇതുവരെ എത്ര പേരെ ഇൻ്റർവ്യൂ ചെയ്തു? ഒരു 500 കഴിഞ്ഞിട്ടുണ്ടാവും. കൃത്യമായി കണക്കറിഞ്ഞുകൂടാ, കണക്കെടുക്കണം. ഞാൻ ഈ അടുത്ത കാലത്തും ആലോചിക്കുന്നുണ്ടായിരുന്നു, കാരണം അത് ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കണക്ക് പ്രത്യേകിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടില്ല. രസമാണ്. വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയി തോന്നിയ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വേണ്ടിയിരുന്നില്ല, ഇയാളോട് സംസാരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയത് കാണും. ചിലപ്പോൾ ഇയാളോട് സംസാരിച്ചത് എന്ത് നന്നായി എന്ന് തോന്നിയത് കാണും. അങ്ങനെ നമുക്ക് ഒരുപക്ഷെ ആർക്കും അറിയാത്ത ഒരാളാകാം. താങ്കളുടെ ഇൻ്റർവ്യൂ വഴി മാത്രം ലോകത്തിലേക്ക് പെട്ടെന്ന് ലൈംലൈറ്റിൽ വന്നവരും ഉണ്ടാകാം. അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളൊന്ന് ഓർത്ത് പറയാമോ? അതുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ മുൻവിധി വയ്ക്കും, ഒരു സാധാരണക്കാരനാണ് എന്നുള്ള മുൻവിധി വയ്ക്കും. പക്ഷേ അത് തെറ്റാണെന്നുള്ളത് പലരും എൻ്റെ ഇൻ്റർവ്യൂവിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മഹാരാജാസ് കോളേജിൽ പണ്ട് പഠിച്ചപ്പോൾ ഒരു പ്രണയം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ പക്ഷേ ഈ കാലഘട്ടത്തിലും അയാൾ മരിച്ചുപോയി, പ്രണയിനി മരിച്ചുപോയി. അതിനുശേഷവും ഈ കാലഘട്ടം വരെയും അയാൾ അവരെ മാത്രം ഓർത്തിട്ട് എല്ലാ ദിവസവും ചെറിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമേ കയ്യിലുള്ളൂ. ഈ പുള്ളി എല്ലാ ദിവസവും ഈ ഫോട്ടോ എടുത്ത് നോക്കും, എന്നിട്ട് പഴയ കാര്യങ്ങൾ ഓർക്കും. തെറ്റാണോ ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ആ മനുഷ്യൻ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാഷ, അയാളെ കണ്ടിരുന്നത് അന്ന് കോളേജ് ക്യാമ്പസിൽ അവർ രാഷ്ട്രീയം പറയുമ്പോഴും രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഈ പെൺകുട്ടി പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം പല സംഭവങ്ങളും അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ദുരന്തം ഉണ്ടായില്ല. പക്ഷേ ആ പെൺകുട്ടി മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇന്നേ വരെ പുള്ളി ആ പെൺകുട്ടിയെ മറന്നിട്ടില്ല. ആ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അയാളുടെ ഭാഷ ഞാൻ ശ്രദ്ധിച്ചു.
എത്ര രസമാണെന്നറിയാവും. ഒരു ലൈബ്രറിക്കകത്ത് നിന്നിട്ടാണ് ഞാനത് സംസാരിക്കുന്നത്. ആ ലൈബ്രറിക്കകത്ത് ആ മനുഷ്യൻ നിൽക്കുമ്പോൾ ഉണ്ടായ സന്തോഷം, എന്നാൽ അയാൾ ഏറ്റവും നല്ലൊരു വായനക്കാരനായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻ്റർവ്യൂ വേറൊരു വഴിക്ക് എനിക്കറിയാനുള്ള ഞാൻ വായിച്ച പുസ്തകങ്ങളൊക്കെ ഇയാൾ വായിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ അധികം പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷേ ചെറുപ്പത്തിൽ വായിച്ചത് വല്ലതും വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചല്ലോ. അങ്ങനെ സംസാരിച്ചപ്പോൾ ഉണ്ടല്ലോ ഒരേ വൈബായിരുന്നു. ആ മനുഷ്യന് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കുറേ സമയം സംസാരിച്ചു. പക്ഷേ അതിലുപരി എല്ലാവരും അത് ശ്രദ്ധിക്കപ്പെട്ടു ആ ഇൻ്റർവ്യൂ എന്നുള്ളത്. ആ മനുഷ്യൻ ഒരു പ്രധാനപ്പെട്ട മനുഷ്യനാണ്. പിന്നെ താങ്കളുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോയവരൊക്കെ ഉണ്ടോ? അപ്പോൾ അതൊക്കെയാണല്ലോ ട്രെൻഡ് ആളുകൾ. ഈ ഷൈൻ ടോം ചാക്കോ ഒരു പ്രാവശ്യം ഈ പറഞ്ഞതുപോലെ എണീറ്റ് പോയിട്ട് തിരിച്ചു വന്നിരുന്നു. പക്ഷേ ഷൈൻ എണീറ്റ് പോയത് ഷൈൻ്റേതായ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിനകത്തൊന്നും തോന്നിയില്ല, എനിക്ക് ചിരിച്ചുകൊണ്ടിരിക്കാനേ തോന്നിയിട്ടുള്ളൂ. ഷൈൻ സ്വയം അങ്ങനെ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാണ് ഉണ്ടായത്. അപ്പം ആ ചോദ്യം ശരിക്കും റോങ് ആണെന്ന് ചിലർക്ക് തോന്നിയേക്കാം. ഇയാൾക്ക് എന്താ മതം പറഞ്ഞാൽ എന്ന്. എൻ്റെ മതം ചോദിക്കുമ്പോൾ എൻ്റെ മതം പറയേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. സാധാരണഗതിയിൽ ഷൈൻ തന്നെ സഭയെയും ക്രിസ്തുവിനെയും രണ്ടായി കാണും. അപ്പം ഈ സഭയും ക്രിസ്തുവിനെയും രണ്ടായി കാണുന്ന ഒരു മനുഷ്യൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പോവോ അല്ലെങ്കിൽ സത്യക്രിസ്ത്യാനിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ, സത്യക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. അത് ശരിക്കും ഷൈനിന് ഉത്തരം പറയാനുള്ളൊരു അവസ്ഥ ഉണ്ടായി കൊടുക്കുകയാണ്. ഷൈൻ എപ്പോഴും സഭയെ കുറ്റം പറയുകയും ഈ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. അത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ആ പ്രവൃത്തിയിൽ ഷൈൻ എങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി വരുത്താൻ, ക്രിസ്മസിൻ്റെ ഒരു പരിപാടി ആയതുകൊണ്ട് ക്ലാരിറ്റി വരുത്താൻ ചോദിച്ചതാണ്. പക്ഷേ ഷൈൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ക്യാരി ചെയ്ത് ഉള്ളുകൊണ്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഷൈൻ എന്നോടൊരു മറുചോദ്യം ചോദിച്ചു, എൻ്റെ മതം ഏതാണെന്നുള്ള രീതിയിലൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ എനിക്ക് മതം പറയാൻ താല്പര്യമില്ല. അപ്പോൾ ഷൈൻ അതല്ല ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഷൈൻ അത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഷൈനിന് ഒരേ വാശിയായിരുന്നു. അപ്പോൾ എനിക്ക് വാശിയില്ല, പക്ഷേ എനിക്ക് അവിടെ ആ ഡിസ്കഷൻ അങ്ങനെ കൊണ്ടുപോകാൻ താല്പര്യമില്ല. കളറായിട്ട് തന്നെ പോകണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. അപ്പോൾ ഷൈനൊക്കെ ഇറങ്ങി പോയിട്ട് പതിയെ വന്ന് പിന്നെ കൂളാണ്. ആ മനുഷ്യന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. ഈ മലയാളികളല്ലാത്ത ആളുകളുമായെല്ലാം അഭിമുഖം ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല? അവസരം ഉണ്ടാവും, പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് ഭാഷ വലുതായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും മറികടക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു നൈജീരിയക്കാരൻ, നമ്മുടെ ആടുജീവിതത്തിലെ നൈജീരിയൻ, ആ മനുഷ്യനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവസാന നിമിഷം വരെ അയാളെ കൂട്ടിക്കൊണ്ടുവരാനും ഒക്കെയുള്ള ഭാഷ നൈപുണ്യമൊക്കെ ഉണ്ട്. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് സംസാരിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. എങ്ങനെയെങ്കിലും ഒപ്പിച്ചു, കാരണം നമ്മൾ ഈ ഓട്ടപ്പാച്ചിലിൽ നമ്മൾ ജയിക്കണമല്ലോ. അപ്പം എന്തെങ്കിലുമൊക്കെ പുള്ളിയോട് സംസാരിച്ച് കണ്ടന്റ് എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ പുള്ളി മര്യാദയ്ക്ക് സഹകരിച്ചതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. അല്ല, രജനീഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പല അഭിമുഖങ്ങളും പലരുടെയും വളരെ ഇറിലവൻറ്റും വളരെ എന്താ പറയുക ജ്യൂസിയും ഒക്കെയായി മാത്രം മാറിപ്പോകുമ്പോൾ മുന്നിലിരിക്കുന്ന ഒരാളിൽ നിന്ന് എന്ത് കാതലാണ് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് കിട്ടേണ്ടത് എന്ന് മനസ്സിലാക്കി അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് കൃത്യമായി ഒരു അഭിമുഖകാരൻ്റെ ദൗത്യം എന്നത്. അത് നന്നായി നിർവഹിക്കുന്ന ഒരാളാണ് കേട്ടോ രജനീഷ്. സന്തോഷം. പക്ഷെ ഞാൻ അതിനുവേണ്ടി പ്രത്യേകിച്ച് ശ്രമിക്കുന്നില്ല. ഈ മുമ്പിൽ വന്നിരിക്കുമ്പോൾ പ്രതിഭട്ടനാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കണമെങ്കിൽ എനിക്ക് ഈ മനുഷ്യനെ കുറിച്ച് നമ്മുടെ ഇൻ്റർവ്യൂ നന്നായിരുന്നു. അതെ, എൻജോയ് ചെയ്തിട്ടുണ്ട്. എനിക്കത്രയും നന്നായെന്ന് അഭിപ്രായമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്രതിഭട്ടനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെ എനിക്കറിയാം. ഈ മനുഷ്യൻ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, ഏത് വഴിക്കാണ് ചിന്തിക്കുന്നത്. ഒരു ആക്ടർ ഒരു സ്പേസിൽ വന്ന് നിൽക്കുമ്പോൾ അയാൾ എന്തായിരിക്കും ചിന്തിക്കുന്ന ആ ഷോട്ടിന് മുമ്പ് എന്നുള്ളത് എൻ്റെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പ്രതിഭട്ടൻ ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് എന്തായിരിക്കും തലയിൽ ചിന്തിക്കുന്നത് എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. ഈ മുമ്പിൽ വന്നിരിക്കുന്ന മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്, അയാൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം അയാളുടെ മേഖലയിൽ നിന്ന് ചോദിക്കാൻ വേണ്ടി ആ മനുഷ്യനെക്കുറിച്ച് പഠിക്കും. ആ പഠിത്തം കുറച്ച് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുറവാണെങ്കിൽ നമുക്കും ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ആരംഭിച്ചാലോ? തീർച്ചയായിട്ടും. ആദ്യ മേഖലയിലേക്ക് പ്രിയങ്കരനായ രജനീഷും ഒരുമിച്ച്. രജനീഷ് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് രജനീഷിനോടുള്ള പ്രിയം വളരെയധികം കൂടുന്നു. ഈ പറഞ്ഞതുപോലെ ഒരേ അൽമ മാറ്റർ ഉള്ളവരാണ്, രണ്ട് വ്യത്യസ്ത കാലങ്ങൾ എങ്കിലും ഒരേ വിദ്യാലയത്തിൽ ഒരേ കലാലയത്തിൽ പഠിച്ചവരാണ്. വാക്കുകൾ പലപ്പോഴും ഉചിതമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന അപൂർവം അഭിമുഖകാരിൽ ഒരാളാണ് രജനീഷ്. ആദ്യ മേഖലയിൽ ഞാനല്ല, രജനീഷാണ് ഗ്രാൻഡ് മാസ്റ്റർ. കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. രജനീഷ് കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ഒന്നാമത്തെ സൂചന ഇതാണ്. ഈ രോഷത്തിൻ്റെ വിത്തുകൾ ഇവിടെ കണ്ടിട്ടുണ്ട്, എനിക്ക് വ്യക്തി അറിയില്ല. സമന്വയത്തിൻ്റെ വസന്തം. രോഷത്തിൻ്റെ വിത്തുകൾ മനസ്സിലിങ്ങനെ എവിടെയോ ഇത് കൊളുത്തുന്നുണ്ട്, കൃത്യതയില്ല. സാരമില്ല, രണ്ടാമത്തെ സൂചനയിൽ ആ കൃത്യത ഉണ്ടാകും.
2010 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. മൂന്നാമത്തെ സൂചന. MLA MP മിനിസ്റ്റർ രോഷത്തിൻ്റെ വിത്തുകൾ. MLA MP മിനിസ്റ്റർ MP വീരേന്ദ്രകുമാർ ആണോ? ആണോ? നോക്കാം. നാലാമത്തെ സൂചന ഉണ്ടായിരുന്നെങ്കിൽ, ഉണ്ടോന്നറിയില്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് നോക്കാം. MP ഹൈമവത ഭൂമി. അഞ്ചാമത് സൂചന തന്നിരുന്നെങ്കിൽ When I was in hospital with a brain surgery, I could not take both. തീർച്ചയായും ശ്രീ MP വീരേന്ദ്രകുമാർ ശരിയായ ഉത്തരമാണ്. പ്രസാധകൻ, എഴുത്തുകാരൻ, പത്രാധിപർ, രാഷ്ട്രീയ നേതാവ്, മികച്ച പ്രഭാഷകൻ, പാരിസ്ഥിതിക പ്രവർത്തകൻ, എൻവയോൺമെൻ്റൽ ആക്ടിവിസ്റ്റ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച ആദരണീയനായ ശ്രീ MP വീരേന്ദ്രകുമാർ ഭരണത്തിൻ്റെ ലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് മുൻപ് മലയാളിയുടെ, ഭാരതീയൻ്റെ സാമൂഹിക ആകാശത്തിൽ തൻ്റെ കയ്യൊപ്പോ അല്ലെങ്കിൽ തൻ്റെ വിരലടയാളങ്ങളോ കൃത്യമായി പതിപ്പിച്ച ഒരു പ്രതിഭാശാലിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് രോഷത്തിൻ്റെ വിത്തുകൾ. ഗാട്ടും കാണാച്ചരടും, ആമസോണിൻ്റെ വ്യാകുലതകൾ, ബുദ്ധൻ്റെ ചിരി, രാമൻ്റെ ദുഃഖം, ഇതൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് ഉത്തരമാകുമായിരുന്നു. അപ്പോൾ സന്തോഷം. അപ്പോൾ ആരംഭിക്കാം. അനീഷ പ്ലീസ്. കുടുംബം ഭാര്യ, അച്ഛൻ, അമ്മ, 2 മക്കളാണ്. ഒരാൾക്ക് 11 വയസ്സ്, ഒരാൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പേരുകൾ പറയൂ മക്കളുടെ. മൂത്തയാളുടെ പേര് മേദിനി ഭൂമി. ഇളയാളുടെ പേര് യാമിക, നൈറ്റാണ്. രണ്ടും ഭാര്യയിട്ട പേരുകളാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ അഭിമുഖമൊക്കെ നടത്തി നടത്തുമ്പോൾ മലയാളം. അയാൾ റെയിൽവേയിലാണ്, ഇവിടെ കൊല്ലത്ത് ട്രാക്ക് മെയിൻറ്റെയിനറാണ് ജോലി. അപ്പം മേദിനിയുടെയും യാമികയുടെയും അച്ഛനാണ്. ഭാര്യയുടെ പേരെന്താണ്? അനശ്വര. വാക്കുകൾ, അനശ്വരമായ വാക്കുകൾ നിറയെ താങ്കളുടെ കർമ്മത്തിൻ്റെ ആവനാഴിയിൽ നിറയട്ടെ. ആശംസകൾ. ശ്രീ ജോ ആൻ്റണി, രജനീഷ് മനസ്സിലോർത്ത പേര് ഇസ് അപ്രൂവ്ഡ്. ആരംഭിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഇതിൽ മെൻ്റലിസം ഇല്ല കേട്ടോ. ആദ്യ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. യാഗം. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന മേഖല ആർട്ട് ഓർ സയൻസ് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ആണോ? ആർട്ട് ഓർ സയൻസ് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് ഓർ ടെലികാസ്റ്റിംഗ്? പ്രക്ഷേപണ സംപ്രേഷണ കലകളോ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രമോ ആണോ താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന മേഖല? അല്ല. ഇന്ത്യൻ ആണ്. മലയാളി ആണ്. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. മാധ്യമപ്രവർത്തനം, ദൃശ്യമാധ്യമ പ്രവർത്തനമാണോ പ്രധാനം? ഇല്ല. പുരുഷൻ? അതെ. 50 വയസ്സിന് മുകളിൽ പ്രായം? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്ന്? അതെ. രാഷ്ട്രീയം? അല്ല. ലിറ്ററേച്ചർ? യെസ്. 10 ചോദ്യങ്ങൾ യജ്ഞം. ചെറുകഥാ, നോവൽ എന്നിവയിലൊന്നാണോ? രണ്ടും. അല്ല, അതെ. ഇപ്പോൾ ചെറുകഥ നോവലും ഒക്കെയാണ്. അതായത് കവിത, നാടകം, ചെറുകഥാ നോവൽ എന്നിങ്ങനെ തിരിച്ചാൽ അതിൽ ചെറുകഥാ നോവലിൽ പെടുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആണ്. അപ്പോൾ താങ്ക് യു. രണ്ടും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചെറുകഥയും എഴുതും, നോവലും എഴുതും. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉത്തരം കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടായില്ല എന്ന് പറയാനും കഴിയില്ല. കാരണം പപ്പേട്ടനെയൊക്കെ നമുക്ക് അങ്ങ് ഒഴിവാക്കി നിർത്താൻ പറ്റും. അതുകൊണ്ട് മലബാർ? അല്ല. മലയാളിയാണെന്ന് പറഞ്ഞു. മലയാളി. അദ്ദേഹം ജനിച്ച സ്ഥലം കേരളത്തിലാണോ? അതെ. കാരണം കേരളത്തിൻ്റെ അതിർത്തിക്കകത്ത് തന്നെ പോണ്ടിച്ചേരി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംശയം വന്നത്. മയ്യഴിയിലേട്ടൊക്കെ പോയി മനസ്സ്. ശരി. പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടോ? ഇല്ല. തൂലികാനാമം? ഉണ്ട്. അത് തൂലികാനാമം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ തന്നെ ഒരു ഹ്രസ്വരൂപമെന്ന് പറയാമോ? അല്ല. സേതു അല്ല. 16 ചോദ്യങ്ങൾ രാജസൂയം. വയനാട് കിട്ടിയിട്ടുണ്ടോ? ആ.
കിട്ടിയിട്ടുണ്ട്. 60-65 താഴെ തന്നെയല്ലേ പ്രായം? അല്ല. ഏജ് ബിലോ 65 അല്ല എന്നാണ് പറഞ്ഞത്. ശരിയാണ്, ഉത്തരം ശരിയാണ്. വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഉത്തരവ് ശരിയാണ്. അതെ, ശരിയാണ്. വയലാർ അവാർഡ് കിട്ടിയ ജീവിച്ചിരിക്കുന്ന ചെറുകഥാ നോവലാണ്. പക്ഷേ 65 താഴെ പ്രായമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ടി.ഡി. രാമകൃഷ്ണനല്ല, സുഭാഷ് ചന്ദ്രനല്ല, മോഹൻകുമാർ സാറുമല്ല. 65 താഴെ പ്രായമല്ല എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നു. സങ്കീർത്തനം പോലും കിട്ടിക്കഴിഞ്ഞു. 19. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ ശ്രദ്ധേയമായ ഒന്നിലേറെ കൃതികളുണ്ടാവും. എന്നാലും ഏറ്റവും ശ്രദ്ധേയം എന്ന് പറയാവുന്ന ഒരു കൃതിയിലെ സ്വേച്ഛാബോധങ്ങളുടെ രാവണൻ കോട്ട തുരന്നു പോകുന്ന കഥാപാത്രത്തിൻ്റെ പേര് ഗോവർദ്ധൻ എന്നാണോ? അതെ. അല്ല. അതെ. ആണ്. ആണ്. അതെ. അപ്പോൾ എൻ്റെ 20ാമത്തെ ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ റിപ്പീറ്റ് ക്വസ്റ്റ്യനായി ഒന്നുകൂടി ചോദിക്കട്ടെ. താങ്കൾ വിചാരിച്ച വ്യക്തി ഉപയോഗിക്കുന്ന തൂലികാനാമം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഹ്രസ്വരൂപങ്ങളിൽ ഒന്നായി കണക്കാക്കാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു. എൻ്റെ അറിവിൽ അങ്ങനെ ഇല്ലാത്തായിരിക്കാം, എനിക്കറിയില്ല. അദ്ദേഹത്തിന് ശരിയായ പേര് അറിയില്ലേ? അറിയാം. ആ ശരിയായ പേരിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ അദ്ദേഹം തൂലികാനാമമായി ഉപയോഗിക്കുന്നത്? എനിക്ക് അതിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ സേതു ആണോ എന്നറിയാനാണ് ചോദിച്ചത്. അപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. അതിലൊരു കൺഫ്യൂഷൻ ഇല്ലേ? ഉണ്ട്. ആ ചോദ്യം സേതുവിനാണ് ഉദ്ദേശിച്ചതെങ്കിലും അതിൽ അദ്ദേഹത്തിൻ്റെ നോ വന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് ഈ വ്യക്തിയൊക്കെ ഞാനങ്ങ് മായ്ച്ചു കളഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ലേറ്റർ സ്റ്റേജിൽ 2010 ശേഷം വയലാർ അവാർഡ് കിട്ടിയ ആളുകളെ മനസ്സിൽ പതിപ്പിച്ചത്. ഇനി ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ. താങ്കൾ വിചാരിച്ച വ്യക്തി മനസ്സിൽ മരുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് അക്ഷരങ്ങളിലൂടെ തെളിയിക്കുകയും മനഃശാസ്ത്രം ആൾക്കൂട്ടത്തിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കുകയും ചെയ്ത മലയാളത്തിൻ്റെ ജനകീയൻ എന്ന വാക്കുപയോഗിക്കാൻ കഴിയില്ലെങ്കിലും മലയാളത്തിൻ്റെ ക്ലിഷ്ടത കുറവ് എന്ന് തോന്നിപ്പിക്കും പോലും ആഴത്തിലേക്ക് ചിന്തകൾ നടാൻ കഴിഞ്ഞ ഏറെക്കാലം കേരളത്തിന് പുറത്ത് ഈ രാജ്യത്തിൻ്റെ ഹൃദയത്തിൽ ജീവിച്ചും പ്രവർത്തിച്ചും മുകുന്ദനോടും NS മാധവനോടും നാരായണപിള്ള സാറിനോടും ഒക്കെ പോലെ മറ്റ് പ്രദേശത്ത് ജീവിച്ചതുകൊണ്ട് മലയാളികൾക്ക് നേരിട്ടുള്ള പരിചിതത്വം കുറവാണ് എങ്കിലും വായനയിലൂടെ ഏറെ പ്രചോദിപ്പിച്ച സാക്ഷാൽ ആനന്ദാണോ മനസ്സിൽ? അതെ. ആനന്ദിൻ്റെ യഥാർത്ഥ പേര് സച്ചിദാനന്ദൻ എന്നല്ലേ? പി. സച്ചിദാനന്ദൻ. അതെ. അപ്പം സച്ചിദാനന്ദൻ. ഓ, അങ്ങനെ ആനന്ദ്. അതാണ് ഞാൻ ചുരുക്കപ്പേര്. ഞാൻ വിചാരിച്ചു അത് ക്രമീകരിച്ച് അങ്ങനെ ഒരു വഴിയില്ലല്ലോ. സച്ചിദാനന്ദൻ എന്നതിലെ ആനന്ദല്ലേ? ഞാൻ സേതു ആണോ എന്നറിയാനാണ് ചോദിച്ചത്. അപ്പോൾ അതിന് താങ്കൾ പക്ഷേ അതേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ചുരുക്കപ്പേരാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത ചോദ്യം താങ്കൾ വിചാരിച്ച വ്യക്തി പ്രശസ്തമായ ഒരു ബാങ്കിൻ്റെ ഏറ്റവും ഉയർന്ന പദവിയിലാണോ ജീവിച്ചത് എന്നാകുമായിരുന്നു. പി. സച്ചിദാനന്ദൻ ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ. നോവൽ, കഥ, നാടകം, ലേഖനം, പഠനം തുടങ്ങിയ വിഭാഗങ്ങളിലായി ഒട്ടേറെ കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയ ആനന്ദ് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയും ന്യൂഡൽഹിയിലെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പ്ലാനിംഗ് ഡയറക്ടറുമായി വിരമിച്ച മുൻ മിലിറ്ററി സെർവന്റുമാണ്. തത്വചിന്ത, ചരിത്രം, മാനവികത എന്നിവയാൽ സമ്പന്നമായ കൃതികൾ രചിച്ച ആനന്ദ് ശില്പകലയിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, ഉത്തരായനം, മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധന്റെ യാത്രകൾ തുടങ്ങി ഒട്ടേറെ കൃതികൾ രചിച്ചിട്ടുള്ള ബഹുമുഖ പ്രതിഭയാണ് പി. സച്ചിദാനന്ദൻ എന്ന ആനന്ദ്. ആൾക്കൂട്ടവും മരുഭൂമികളുണ്ടാകുന്നതും ഒക്കെ വായിച്ചിട്ടുണ്ടോ? ആനന്ദിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതാ? വ്യാസനും വിഘ്നേശ്വരൻ. വ്യാസനും വിഘ്നേശ്വരൻ. പക്ഷെ ഒരു കഥാപാത്രം, അല്ലെങ്കിൽ പൊതുവെ ആനന്ദിൻ്റെ കൃതികൾ അങ്ങനെ ഒരു പ്രത്യേക കഥാപാത്രത്തിൻ്റെ സൂക്ഷ്മതലങ്ങളെക്കുറിച്ചല്ല, പരിസരങ്ങളുടെ സൂക്ഷ്മതലമാണ് കൂടുതലും. എങ്കിലും ഗോവർദ്ധൻ എന്ന കഥാപാത്രം മലയാള സാഹിത്യത്തിലൊരു വലിയൊരു
ഇംപ്രിൻ്റ് ആയിരുന്നു അല്ലേ? പക്ഷേ ഈ ഗോവർദ്ധൻ്റെ കാലം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സമകാലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയിട്ടാണ് എൻ്റെയൊക്കെ വായന ഒരു ഘട്ടത്തിൽ വഴിതിരിയുകയും ആനന്ദിലേക്കൊക്കെ എത്തുകയും ചെയ്തത്. ആ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നത് ഇതെങ്ങനെ നമ്മൾ ഈ മതങ്ങളെയും ഈ സിനാരിയോയൊക്കെ എങ്ങനെ വായിച്ചെടുക്കണമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതില്ലാത്തത് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിൽ പറയുകയാണെങ്കിൽ അത് മതപുസ്തകം തന്നെയായി മാറുമ്പോൾ നമുക്ക് ഭയങ്കര ക്രൈസിസ് തോന്നും. ഇതില്ലാത്ത മറ്റൊന്നിലും ഇല്ലേ? അങ്ങനെ ഈ വായന ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന പരിപാടിയാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നന്നായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ആരൊക്കെയാണ്? ഇപ്പം സാറാ ജോസഫിൻ്റെ ഉരുവാവിൽ വായിക്കുമ്പോഴോ ഇല്ലെങ്കിൽ രണ്ടാമൂഴം വായിക്കുമ്പോഴോ ശിവാജി സാനന്ദിൻ്റെ കർണൻ വായിക്കുമ്പോഴോ ഒക്കെ നമുക്ക് മനോഹരമായി വിഷ്വൽസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പൊളിറ്റിക്കലി ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആനന്ദിൻ്റെ വ്യാസനും വിഘ്നേശ്വരനും അതിനകത്ത് പറയുന്ന കഥ എന്ന് പറയുന്നത് ഒരു 38 പേജിലെ ഒരു കഥ. ആ കഥയിൽ മൊത്തം രാമായണത്തിൻ്റെ ആംഗിൾ കംപ്ലീറ്റ് മാറുകയാണ്. ഇന്ന് നമ്മളിപ്പോൾ പറയുന്നത് പോലെ യുദ്ധത്തിനെതിരായിട്ടുള്ളൊരു മഹാസന്ദേശമായിരുന്നു മഹാഭാരതത്തിൻ്റെ യുദ്ധത്തിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധത്തിനെതിരായിട്ടുള്ളൊരു മഹാസന്ദേശമായിരുന്നു മഹാഭാരതം എന്ന് ആ 38 പേജിനകത്ത് പറയാൻ വേണ്ടിയിട്ട് പുള്ളി ഉപയോഗിച്ചിരിക്കുന്ന ടൂൾസുകളൊക്കെ ഈ മഹാഭാരതത്തിൻ്റെ തന്നെയാണ്. അതിലൊരു സ്റ്റേജിൽ അഭിമന്യു പത്മവ്യൂഹം ഭേദിച്ച് അകത്തെത്തുമ്പോൾ അവിടെ ഏകലവൻ നിൽപ്പുണ്ട്. സത്യത്തിൽ ആ സമയത്ത് ഏകലവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ കൃതിയിൽ അതിന് ഉത്തരവുമുണ്ട്. അതായത് ക്രോണോളജിക്കലി പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും വേർതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും ഒരു കഥാപാത്രം മരിച്ചു പോയാലും അവർ ചിലപ്പം വേറൊരു പേജിൽ വേറൊരു ഭാഗത്തൊക്കെ കണ്ടേക്കാം. അത് അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ പ്രോബ്ലമാണ്. ഇത് നമുക്ക് ഭയങ്കര ഒരു സാധനമാണ്. ഈ സാധനത്തിനെ ആ എഡിറ്റഡ് ആയിട്ടുള്ളൊരു സാധനത്തിനെ പുള്ളി കൊണ്ടുവന്ന് ആ യുദ്ധത്തിൽ അവിടെ വെക്കുകയാണ്. വെച്ചിട്ട് ഇവർ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്. ഈ കോൺവെർസേഷൻ എന്ന് പറയുന്നതാണ് ഈ കഥ. കോൺവെർസേഷനിൽ ഭയങ്കര ഒരു നാടകീയമായ ഒരുപാട് രംഗങ്ങളുണ്ട്. അതിൽ എനിക്ക് സിനിമാറ്റിക്കായിട്ട് തോന്നിയിട്ടുള്ള ഒരു രംഗം എന്ന് പറയുന്നത് ഈ ഏകലവനും അഭിമന്യുവും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഏകലവൻ അർജുൻ്റെയൊക്കെ കൂടെയുള്ള അവരുടെ ഗ്യാങ്ങിലുള്ളതാണല്ലോ. അപ്പോൾ ഈ പയ്യനാണല്ലോ വന്ന് സംസാരിക്കുന്നത്. ഭയങ്കര വാത്സല്യം വരുന്നുണ്ട് ഈ പുള്ളിക്ക്. പക്ഷേ ഇവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് പറയുന്നത്. അപ്പം ഈ ഏകലവൻ ചോദിക്കുന്നുണ്ട്, ആക്ച്വലി നീ ഇതിനകത്തേക്ക് വന്നത് മണ്ടത്തരമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഈ കണ്ണാടിയെ താലോലിക്കുന്ന ലോലബുദ്ധികൾക്കാണ് ഈ കഴുത്തിന് മീതെയുള്ള മാംസപിണ്ഡത്തിൽ വലിയ താല്പര്യമുള്ളത്. അപ്പം പുള്ളി ചോദിക്കുന്നുണ്ട്, ഏകലവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ലടാ ഇതുണ്ടെങ്കിലല്ലേ നിനക്ക് ഈ വിദ്യ ഇതിനകത്ത് ഒഴിച്ചു വെക്കാൻ പറ്റുള്ളൂ, ഇതില്ലെങ്കിൽ തീർന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ പുള്ളി ഇങ്ങനെ നീറ് ജനക്കും പോലെ ചെനത്തോണ്ട് നിൽക്കുക. ആ സമയത്ത് ഈ ഏകലവൻ ഇവനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് എടുത്തിട്ട് ഇയാളെ തൊടാൻ വേണ്ടി ആലോചിക്കുമ്പോഴാണ് അല്ല ഈ അത് വിരലില്ലാത്തതല്ല പ്രശ്നം, ഈ മാരകമായി പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൈ കൊണ്ട് ഈ ചെറുക്കനെ തൊട്ട് കഴിഞ്ഞാൽ ഇവന് വേദനിക്കുമോ എന്നുള്ള ഭയപ്പെടുന്ന. അപ്പോൾ ഇയാൾ എന്ത് വലിയ ഹീറോ ആയി എന്നുള്ളതാണ്. നമ്മൾ ഈ ഹീറോയെ മേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഏറ്റവും രസമുള്ള സാധനമാണ് ആ ഒരു വിചാരം. അനീഷ പ്ലീസ്. വളരെ ആകസ്മികമായ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് ഈ എപ്പിസോഡിൽ. അത് നമ്മൾ സംസാരിച്ചത് മുഴുവൻ ഇപ്പോൾ യുദ്ധം എന്നത് ഭൂമിയിലും മനുഷ്യർക്കിടയിലും മനസ്സുകൾക്കിടയിലും നടക്കുന്നതിനെക്കുറിച്ചാണ്. മനസ്സുകൾക്കിടയിലെ യുദ്ധം എന്നതുകൊണ്ടാണല്ലോ ആനന്ദിൻ്റെ കൃതികൾ നമ്മൾ ആൾക്കൂട്ടവും മരുഭൂമികൾ ഉണ്ടാകുന്നതും ഒക്കെ ചർച്ച ചെയ്തത്. അവിടെ നിന്ന് മഹാഭാരതത്തിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തിലെ യുദ്ധങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ പരസ്പര വിദ്വേഷം അകറ്റുക എന്നതിനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ എന്നത് നമ്മൾ ചർച്ച ചെയ്തു. ഈ എപ്പിസോഡ് തുടങ്ങിയത് അഡോൾഫ് ഹിറ്റ്ലർ മരിച്ച ദിവസമാണിത് എന്ന് പറഞ്ഞും കൊണ്ടാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങൾ, ലോകത്തിലെ എല്ലാ പത്രങ്ങളെയും പോലെ മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ ഒന്നിൻ്റെ പിറകു അവസാന പേജിൽ അതിൻ്റെ ക്വാർട്ടർ പേജോളം അപഹരിച്ച ഒരു വാർത്തയുണ്ട്. അത് അന്തർദേശീയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ഒരു ചിത്രമാണ്. ആ ചിത്രം എടുത്തത് സമദ് അബു എലോഫ് എന്ന വനിതയാണ്. പാലസ്തീനിൽ നിന്ന് അഭയാർത്ഥിയായി മാറി പിന്നീട് GCCയിൽ വന്ന് താമസിക്കുന്ന ആ മാധ്യമ പ്രവർത്തക, ആ ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രം മഹമ്മൂദ് അജൗർ എന്ന ബാലൻ്റേതാണ്. 2 കൈകളും ഗാസയിലെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ബാലനാണ്. അവൻ്റെ മുഖത്തിൻ്റെ പകുതി നിഴൽ വീണ് കിടപ്പുണ്ട്. അവൻ്റെ മുഖത്തിൻ്റെ ഭാവമെന്ത് എന്ന ചിത്രം വെളിവാക്കുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത. യുദ്ധത്തിൽ മുറിവേറ്റവൻ്റെ മുഖത്തെ ഭാവത്തിലെ നിസ്സംഗതയ്ക്കപ്പുറത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട് ചില നേരികൾ. കരഞ്ഞും ചോര പുരണ്ടും നനഞ്ഞും ഒട്ടിപ്പിടിച്ചും വല്ലാതെ വികൃതമായ ചില നേരികൾ. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.